യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ്ടിച്ചേരി പോവാണ്. അറിയില്ല, അവിടെ മഴയും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്, നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞങ്ങൾ ബസ്സിനാട്ടോ പോകുന്നേ. അപ്പൊ എന്റെ ഫ്രണ്ട് അലീന വരാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുകയാണ്. നമുക്കിനി വിശേഷങ്ങൾ അടുത്തിൽ കാണാം. അങ്ങനെ എന്നെ ആമിനെ പിക്ക് ചെയ്യാനായിട്ട് അലീനയും മരിയയും വന്നു. അപ്പോൾ അലീനയുടെ അപ്പയാട്ടോ ഞങ്ങളുടെ കുണ്ടനാക്കുന്നത് ആലുവ ബസ് സ്റ്റോപ്പ് വരെ. നമുക്ക് മൊത്തത്തിൽ 10 മണിക്കൂർ ട്രാവലിങ്ങിന് കേട്ടോ. അപ്പൊ നമുക്കിനി പോണ്ടിരുച്ചി കാണാം. നീണ്ടൊരു 10 മണിക്കൂർ ട്രാവലിന് ശേഷം ഞങ്ങൾ ഇപ്പൊ പോണ്ടിച്ചേരിയിലെത്തി. ഇപ്പൊ 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഞങ്ങളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് അൽജ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അൽജയും വന്നു. ഇപ്പൊ ഞങ്ങൾ പോണ്ടി എത്തി. ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും എത്തി. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് അൽജ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കൃത്യം 6 മണി. ഞങ്ങള് ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാ. ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവുന്നുള്ളൂ ഞങ്ങളുടെ സ്റ്റേഡ് അങ്ങോട്ട്. സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് അടുത്തായിട്ടോ ഈ പ്രോമനേഡ് ബീച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് പ്രോമനേഡ് ബീച്ച് തന്നെയാട്ടോ. ബീച്ചിലേക്ക് പോകുന്ന വഴിയുള്ള കുറെ കാഴ്ചകളാട്ടോ നിങ്ങളീ കാണുന്നത്. ഇത് ശരിക്കും നമുക്കൊരു ഫോട്ടോ കൊച്ചു പോയ ഫീൽ തന്നെയാട്ടോ. പിന്നെ ഇതേ ബീച്ചിലെത്തി. അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ ബീച്ചിലിരുന്ന് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ടീ ഒക്കെ കുടിച്ച് ഞങ്ങളൊന്ന് ഫ്രഷ് ആകാൻ തീരുമാനിച്ചു. മേക്കപ്പ് സെക്ഷൻ ആണ്. ഇതാണ് എന്റെ ഇര. ഇന്ന് ഇവരുടെ മുഖത്ത് ഞാൻ താജ്മഹൽ പണിയും. ഓൾറെഡി ഞാൻ ആമിയുടെ മുഖത്ത് ഒരു താജ്മഹൽ പണിതു. എന്നെ ഞാൻ സ്വയം പണിത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ മുഖത്ത് താജ്മഹൽ പണിതിട്ട് വരാം. ഒരാളുകൂടെ ഉണ്ട്, ആള് കുളിച്ചോണ്ടിരിക്കുക. അൽജ കാത്തിരുന്ന ആബയും ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അബ എവിടെ പോയി? നമ്മളിപ്പോ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കുവാട്ടോ. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണ്. സോ കാണാൻ പറ്റുന്നുണ്ടോ? ആണ് നമ്മുടെ സ്ഥലം. അപ്പൊ നമുക്ക് അകത്ത് കയറാം. എന്തൊക്കെയുള്ളേ നമുക്ക് നോക്കാം. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ നേരെ കയറിയത് കൊറോമാൻഡൽ കഫേയിലേക്കാട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്തെങ്കിലും പോണ്ടിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട കഫേ ആട്ടോ ഇത്. ഞാൻ എപ്പോ ക്യാമറ ഓൺ ആക്കിയാലും കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും പറയുന്നൊരു ഡയലോഗാണത്. അയ്യോ, എന്റെ ഫ്രണ്ട്സിന് വരെ എന്നെ പേടിയാന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. പിന്നെ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആക്കി. നമുക്ക് മൊത്തം 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഗൈസ്. വിശക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓർഡർ ആക്കിയ ഓരോരോ ഐറ്റംസ് വന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് വേറൊരു കുട്ടി ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടുന്ന് ഒരു ഈ ടിറാമിസും വാങ്ങി ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ നേരെ പോയത് ഈ ക്രാഫ്റ്റ് ബസാറിലേക്കാ. ഇവിടെ പോണ വഴിക്ക് ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ കാറും കണ്ടു. പിന്നെ ക്രാഫ്റ്റ് ബസാറിന്റെ ഉള്ളിൽ കയറി ചുമ്മാ കുട്ടി ഷോപ്പിംഗ് നടത്താന്നൊക്കെ വെച്ചു. ബട്ട് എല്ലാത്തിനും കത്തി റേറ്റ്. പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് നടന്ന് ഓരോ വീഡിയോസൊക്കെ എടുത്തു. ക്രാഫ്റ്റ് ബസാറിൽ മെയിൻ ആയിട്ടും ഉള്ളതും ഈ ശംഖുകൾ കൊണ്ടുള്ള ഓരോ കീ ചെയിൻസ്, കമ്മൽ, മാല അങ്ങനത്തെയൊക്കെയാ. പിന്നെ കുറെ ചെരുപ്പ്, ബാഗ് ഐറ്റംസ് കണ്ടു. പിന്നെ ഇങ്ങനത്തെ കുറെ ശില്പങ്ങളും പിന്നെ കുറെ കുട്ടി കുട്ടി ബൊമ്മകള്, ഈ ആമയുടെ ഷേപ്പുള്ള ബൊമ്മകൾ, പിന്നെ ഈ ബുദ്ധന്മാരുടെ ഷേപ്പുള്ള ബൊമ്മകൾ, അങ്ങനത്തെ കുറെ വെറൈറ്റി സാധനങ്ങൾ. പിന്നെ നമ്മൾ നേരെ പോയത് മ്യൂസിയത്തിലേക്കാട്ടോ, പോണ്ടിച്ചേരി മ്യൂസിയം. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ 10 രൂപ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾ അകത്ത് കയറി എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിലും കൂടി പോകാമെന്ന് പറഞ്ഞ് അവിടെ അടുത്തുള്ളൊരു വിനായകന്റെ അമ്പലത്തിൽ കയറി. ഇവിടെ നമ്മൾ പുറത്ത് ചെരുപ്പ് വെക്കാൻ നമുക്കൊരു കൗണ്ടർ ഉണ്ട്. അപ്പൊ അവിടെ 10 രൂപ കൊടുത്ത് നമുക്ക് ചെരുപ്പ് വെക്കാനൊക്കെ പറ്റും. ഇവിടെയും വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി നേരെ പോയതൊരു പള്ളിയിലോട്ട്. ഈ ട്രിപ്പോട് കൂടെ ഞങ്ങളെല്ലാരും നന്നാകാൻ തീരുമാനിച്ച് എല്ലാം പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി. അപ്പോഴാണ് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബുക്ക് സ്റ്റോള് കണ്ടത്. പിന്നെ പണ്ടേ വായന നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് കേറിയ വഴി തന്നെ ഇങ്ങ് ഇറങ്ങിപ്പോന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും സ്ട്രീറ്റ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. റോഡിന്റെ അപ്പുറം ഇപ്പുറം മുഴുവൻ തുണിക്കടയായിട്ട്. ഇത് ലാസ്റ്റ് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു ടോപ്പ് അങ്ങ് എടുത്ത് ബില്ലടിക്കാൻ നേരത്ത് പേശി ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ റേറ്റിന് സാധനം തന്ന സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെ നേരെ ഫ്രൂട്ട് ബേയിലേക്ക് പോയി. പിന്നെ അവിടുത്തെ നമ്മൾ ഡിന്നർ ആയിട്ട് കഴിച്ചത് ഈ ഒരു ഫലൂദ ആട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ ഡേ 1 വിശേഷങ്ങൾ. കഴിഞ്ഞിട്ടില്ല. ഡേ 2 ഡേ 3 ഉടനെ വരും. ഇത്ര പൊട്ടുള്ള